എന്തിനാ നീ ആലോചിക്കുന്ന ഐറ്റം പറയുന്നില്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കമ്മലായോണ്ട് ഫോക്കസ് ഇട്ടാ കുറച്ച് പണി ഉണ്ടാവും. നീ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ചൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഒന്നുകൂടി ഫോക്കസ് ആയിട്ട് കാണിക്കും. നോക്ക് നമുക്ക് ഓരോന്നിന്റെ സെപ്പറേറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ സ്ത്രീകൾ ധരിക്കുന്ന ഓർണമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ധരിക്കുന്ന ഓർണമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കമ്മലാണെന്ന്. അല്ലെ, കമ്മൽ ധരിക്കാത്ത സ്ത്രീകൾ ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കമ്മലിൽ വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് നമ്മൾ 2 ഗ്രാമിന് താഴെ മാത്രം വെയിറ്റ് വരുന്നു. അതായത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റോണുകളൊക്കെ വന്നിട്ടുള്ള കുറച്ച് കമ്മലുകളാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് കമ്മലിന്റെ വെയിറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാം 2 ഗ്രാമിന് താഴെ മാത്രമാണ് വെയിറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 2 ഗ്രാം താഴെയാണ് വെയിറ്റ് വരുന്നത്. എല്ലാം നമുക്ക് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഓരോന്നിന്റെ ഓരോ ഡിസൈനിൽ വരുന്ന സ്റ്റോണുകളാണ്. ഓരോ കളറിലും ഓരോ ഡിസൈനിൽ വരുന്ന നമുക്ക് റൗണ്ട്, ഓവല്, സ്ക്വയർ ടൈപ്പ് സ്റ്റോണുകളിലൊക്കെ വരുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് ഒക്കെ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോ സ്റ്റോൺ വേണ്ട, നോർമൽ സ്റ്റഡുകളാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടെങ്കിൽ വെറും 1 ഗ്രാം മാത്രമേ ഇതൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ. വെറും 1 ഗ്രാമിൽ മാത്രം. ഇതൊക്കെയാണ് നമുക്ക് 1.5 ഗ്രാം ഒക്കെ റേഞ്ചിൽ വരുന്ന കമ്മലുകളാണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ കമ്മലുകളാണ്. നമുക്ക് ഡാമേജ് ഒന്നും ആവാത്ത ഐറ്റംസ് ആണ്. സ്റ്റോണിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് വേറെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈയിലൊക്കെ വരുന്ന ഒരുപാട് മോഡലാണ്. ഇതൊന്ന് സൂം ആക്കാം. ബട്ടർഫ്ലൈയിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. അങ്ങനെ ഒരുപാട് ഇഷ്ടം പോലെ കളക്ഷൻ നമുക്ക് ഷോപ്പിൽ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ പണിക്കൂലി എന്ന് പറയുന്നത് വളരെ ചെറിയ പണിക്കൂലിയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്കറിയാം, മെട്രോ കോഡ് പൊതുവെ ചെറിയ പണിക്കൂലിയാണ് എല്ലാ ഐറ്റംസ് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ സമീപമാണ്. കൂടാതെ നമുക്ക് കാഞ്ഞങ്ങാട്, ബസങ്കടി, ഉപ്പളം ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.